മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ തോമസ് വൈദ്യരുടെ ചികിത്സയ്ക്കിടെ കണ്ണനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് മേഘനാഥൻ ഏർപ്പാടാക്കിയ ശക്തി എന്ന് പറയുന്ന ഗുണ്ട അകത്ത് കടന്ന് മുഖത്ത് കൈ അമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണനെ രക്ഷിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ മാർക്കോ തന്നെയാണ്. മാർക്കോ വന്ന് അവനെ അടിച്ചോടിച്ച് കണ്ണനെ രക്ഷിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ മാർക്കോയെ അനന്തു വല്ലാണ്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. മാർക്കോയെ കണ്ട് സംശയത്തോടെ പിടിച്ചു നിർത്തി വിരട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് തോമസ് വൈദ്യർ അങ്ങോട്ടേക്ക് വന്ന് അനന്തുവിനോട് നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നു. അന്നേരം അനന്തു മാർക്കോയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അന്നേരം മാർക്കോ അനന്തുവിനോട് പറയുന്നുണ്ട്, എൻ്റെ സാറേ, ഞാൻ അയാളെ രക്ഷിക്കാനാണ് നോക്കിയത്, അല്ലാതെ അയാളെ കൊല്ലേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്ന് പറയുന്നു. അതോടെ ആ പ്രശ്നം അങ്ങ് കോംപ്രമൈസായി തീരുന്നുണ്ട്. ശേഷം നമ്മുടെ കണ്ണൻ അറിയുന്നുണ്ട് അനന്തു മാർക്കോയെ തെറ്റിദ്ധരിച്ച് മാർക്കോയോട് ചൂടായെന്ന്. അതറിഞ്ഞ കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട്, എടാ, നീ എന്ത് പരിപാടിയെ കാണിച്ച് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വന്ന് അയാളോട് എന്തിനാ നീ ചൂടായത്? അന്നേരം അനന്തു പറയുന്നുണ്ട്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, നീ എന്നോട് ക്ഷമിക്ക്. കണ്ണൻ പറയുന്നുണ്ട്, എന്നെ ആക്രമിച്ചതിൻ്റെ പിന്നെ മറ്റാരും ആയിരിക്കില്ല, മേഘനാഥനോ വാമദേവനോ പ്രതാപനോ ഏർപ്പാടാക്കിയ ഗുണ്ടയായിരിക്കുമെന്ന് പറയുമ്പം അനന്തു പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. നമ്മുടെ കണ്ണനുണ്ടായ ഈ മഹാത്ഭുതം, കണ്ണൻ്റെ കാലിൻ്റെ വിരലുകൾ അനക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു സത്യം മഹാലക്ഷ്മി ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്തായാലും ഫോൺ വഴിയോ വീഡിയോ കോൾ വഴിയോ പറയണ്ട, മഹി നേരിട്ട് തന്നെ കണ്ടറിയട്ടെ തന്നിലെ മാറ്റമെന്ന് വൈദ്യർ സജഷൻ പോലെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ മഹാലക്ഷ്മി ഫിനാൻസിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചെത്തുന്നുണ്ട്. കണ്ണൻ്റെ അടുത്തേക്ക് വന്ന മഹി ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. കണ്ണൻ്റെ കാലിൻ്റെ വിരലുകൾ അനക്കുന്നു. ഇത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്നറിയാൻ മേലാത്ത ഞെട്ടലിൽ നിൽക്കുന്നുണ്ട് മഹി. കണ്ണൻ ഒരുപാട് നാൾ ചികിത്സ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ആയിരുന്നു മഹി വിചാരിച്ചിരുന്നത്. എന്നാൽ തോമസ് വൈദ്യരുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നിട്ട് വെറും 2 ദിവസം ആവുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇത്രയും വലിയ മാറ്റം മഹി പ്രതീക്ഷിച്ചിരുന്നില്ല. മഹി ഞെട്ടി ആ കാലിൽ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, സംശയിക്കേണ്ട, എൻ്റെ കാലിൻ്റെ വിരലുകൾ എനിക്ക് അനക്കാൻ സാധിക്കുന്നുണ്ട്, പതുക്കെ പതുക്കെ ഞാനിനി എണീറ്റ് നടക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി കാലിൽ തന്നെ നോക്കി നിന്ന് മഹി കണ്ണൻ്റെ കാലുകളിൽ കൈവച്ച് ഒന്ന് അമർത്തി പിടിക്കുമ്പം സന്തോഷം കൊണ്ടുള്ള കണ്ണീർ മഹിയുടെ കണ്ണിൽ നിന്ന് വരുന്നതായിട്ട് കാണിക്കുന്നു. മഹിയോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കാൻ ലേഖയും അനന്തുവും ചേരുന്നുണ്ട്. എന്നിട്ട് മഹി അനന്തുവിനോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഈ മഹാത്ഭുതം സംഭവിച്ചത്? തോമസ് വൈദ്യരുടെ ഏത് ചികിത്സയിലാണ് കണ്ണേട്ടൻ ഇത്രയും വലിയ മാറ്റം ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അനന്തു പറയുന്നു, മഹി ഒരു സത്യം മനസ്സിലാക്കണം, ഇവിടെ ഒരു ദുരന്തം സംഭവിച്ചു. ആ ദുരന്തത്തിൽ നിന്നാണ് കണ്ണൻ ഇത്രയും വലിയ മാറ്റം ഇത്രയും പെട്ടെന്നുണ്ടായെന്ന് പറയുമ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്ത് സംഭവിച്ചെന്ന് ഞെട്ടി വിറച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം അനന്തു പറയുന്നുണ്ട്, ഇതുപോലെ തോമസ് വൈദ്യരുടെ ചികിത്സയ്ക്കിടെ ഒരു ചെറുപ്പക്കാരൻ അകത്ത് പ്രവേശിച്ച് കണ്ണൻ്റെ മുഖത്ത് കൈവച്ച് മൂടി ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു. പക്ഷേ തക്ക സമയത്ത് മറ്റൊരു ചെറുപ്പക്കാരൻ അകത്ത് കടന്ന് അയാളെ തല്ലി ഓടിച്ചു. ഞാനും അയാളെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ നല്ലവനായ ചെറുപ്പക്കാരൻ്റെ ആ ഒരു അത്ഭുതകരമായ ഇടപെടലിൽ കൊണ്ടാണ് കണ്ണൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയുമ്പം മഹാലക്ഷ്മി ഞെട്ടി വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ മഹി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ രണ്ടാനച്ഛനായ പ്രതാപൻ എൻ്റെ കണ്ണേട്ടനെ കൊല്ലാൻ ഇവിടെ ആളെ അയച്ചിട്ടുണ്ട്. അന്നേരം അനന്തുവും കണ്ണനും മഹിയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് മനസ്സിലായോ? മഹാലക്ഷ്മി പറയുന്നുണ്ട്, മനസ്സിലായി. നമുക്ക് ശത്രുക്കൾ മാത്രമല്ലേ ഉള്ളൂ, ഒരുപാട് ശത്രുക്കളുണ്ട്. മിത്രങ്ങളായിട്ട് നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. പിന്നെൻ്റെ അമ്മയും. എൻ്റെ കണ്ണേട്ടനെ രക്ഷിച്ച ആ നല്ലവനായ ചെറുപ്പക്കാരനെ എനിക്കിപ്പോൾ തന്നെ കാണണം. അയാളെ കണ്ട് എനിക്ക് നന്ദി പറയണമെന്നൊക്കെ മഹി പറയുന്നു. അന്നേരം അനന്തു പറയുന്നുണ്ട്, അയാൾ ഇവിടെ തന്നെ കാണും. ഇന്നലെ ഞാൻ അയാളെ കണ്ടിരുന്നു. ഒരമ്മാവന് കൂട്ടിരിക്കുവാണെന്നാണ് ഇന്ന് പറഞ്ഞത്. ഞാൻ അയാളെ തെറ്റിദ്ധരിച്ചു പോയിരുന്നു. അയാളൊരു ഗുണ്ടയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അന്നേരം മഹാലക്ഷ്മി മനസ്സുകൊണ്ട് സന്തോഷം കൊണ്ട് നിറയുന്നുണ്ട്. എൻ്റെ കണ്ണേട്ടനെ ആപത്തിൽ നിന്ന് രക്ഷിച്ച അയാളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് മഹി പുറത്തേക്കിറങ്ങി വെപ്രാളം പിടിച്ചു പോകുന്നത് കാണിക്കുന്നു. അതേസമയം മേഘനാഥൻ ശക്തിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. കണ്ണനെ കൊല്ലാൻ വല്ല അവസരവും കിട്ടിയോന്നറിയാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പം ശക്തി കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ അറിയുന്നു കണ്ണനെ കൊല്ലാൻ ശക്തി ശ്രമിക്കുമ്പോൾ ഏതോ ഒരു ചെറുപ്പക്കാരൻ വന്ന് കണ്ണനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. അങ്ങനെ മേഘനാഥൻ്റെ ഈ പ്ലാനും പൊളിഞ്ഞെന്ന് മേഘനാഥന് മനസ്സിലാകുന്നു. ഇതറിഞ്ഞ് കരുണ പൊട്ടിത്തെറിക്കുന്നുണ്ട് മേഘനാഥനോടും ഉണ്ണിയോടും. നിങ്ങൾ രണ്ടാളും എന്ത് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്?
കണ്ണനെ ഒരു ആംബുലൻസിൽ വെള്ള പുതപ്പിച്ച് കൊണ്ടുവരുന്ന കാഴ്ച ചൂടോടെ കാണണമെങ്കിൽ നേരിട്ട് വരാൻ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പം എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളെ കൊണ്ടൊന്നും ഒരു ചുക്കും സാധിക്കില്ലെന്ന് പറഞ്ഞിട്ട് കലിയോടെ പോകുന്നുണ്ട്. അതേസമയം മഹാലക്ഷ്മി കണ്ണനെ രക്ഷിച്ച ചെറുപ്പക്കാരനെ കണ്ടെത്താനായിട്ട് അവിടെല്ലാം തിരഞ്ഞു നടക്കുന്നു. അതേസമയം മാർക്കോ അമ്മാവനുമായിട്ട് റൂമിലിരിക്കുവാണ്. മാർക്കോ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നാളെ തന്നെ മഹാലക്ഷ്മി തിരിച്ചറിയുന്ന ആ ഒരു നല്ല നിമിഷമാണ് വരാൻ പോകുന്നത്. മഹാലക്ഷ്മിയെ രക്ഷിച്ച ആ ചെറുപ്പക്കാരൻ തന്നെയാണ് തൻ്റെ കണ്ണേട്ടനെയും രക്ഷിച്ചെന്നുള്ള സത്യം മഹാലക്ഷ്മി തിരിച്ചറിയുന്നു. എന്തായിത്തീരുമെന്ന് കാത്തിരുന്ന് കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.